2010 ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു എങ്കിലും വ്യക്തിപരമായി കർത്താവിനെ അറിയാത്ത എൻ്റെ ജീവിതം. ഞാനൊരു ഫുട്ബോൾ പ്ലെയറായിരുന്നു. കേരള ടീമിന് വേണ്ടിയും SPTക്ക് വേണ്ടിയുമൊക്കെ ഫുട്ബോൾ കളിക്കുവാൻ ആ സമയത്ത് പറ്റി. പക്ഷേ 2008, 8, 9, 10 3 വർഷം, ഈ 3 വർഷം ഈ പിശാചിനാൽ പിടിക്കപ്പെട്ടു പോയി. ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത അവൻ്റെ കരവലയത്തിൽ ഞാനായിപ്പോയി. ആ കാലങ്ങളിൽ എൻ്റെ രൂപം ഇങ്ങനല്ല. ആരോടും ഇനി കൂടുതൽ ചിരിച്ചൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ അന്ന് ആരോടും ചിരിക്കത്തില്ലായിരുന്നു. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി. നമ്മുടെ പെൺകുട്ടികൾ മുടിയൊക്കെ നീട്ടി വളർത്തി ഈ ബാൻഡ് ഇടത്തില്ലേ, അതുപോലെ ബാൻഡ് ഇട്ട് നടന്നൊരു കാലം. എൻ്റെ കാതിൽ ഒന്ന് പോരാഞ്ഞിട്ട് 2 കമ്പലൊക്കെ ഉണ്ടായിരുന്നു. ആമേൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഓ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ. ഓ ഇത് കേട്ടിട്ട് നിങ്ങളെ ആരും ദൈവം പണിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. എന്നെ ഇങ്ങനൊരു രീതി, മദ്യപാനം, കൊട്ടേഷൻ, ആർക്കും വേണ്ടാത്തൊരു ലൈഫിലേക്ക് ഞാൻ പോയി. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഒരു മിലിറ്ററി ആയിരുന്നു. ഇപ്പോൾ പ്രായമുണ്ട്, 85ഓളം വയസ്സുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, അവരൊന്നും മോശം കുഴപ്പമില്ല, വിദേശത്തൊക്കെയാണ്. പക്ഷേ എന്നെ പിശാച് പിടിക്കപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്ത രാത്രികളിൽ വീട്ടിൽ വരത്തില്ല, ചില ദിവസം കഴിഞ്ഞേ വീട്ടിൽ വരത്തുള്ളൂ. അങ്ങനെ ആർക്കും വേണ്ടാത്തൊരു ലൈഫിലേക്ക് പോയി. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായി, ഒരിക്കലും ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു പാർട്ടി. പക്ഷെ ആ പാർട്ടിയുടെ കൊടിമരം വരെ ഞാൻ നാട്ടി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരിക്കലും ബന്ധമില്ലാത്ത ആ പാർട്ടിയുടെ പൈസ വെക്കുമ്പോൾ ഞാൻ അടക്കി. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിന്നി പാസ്റ്റർ ഓടനാവട്ടം കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ച് 3 കൊടിമരം എൻ്റെ ഫ്രണ്ടിലും ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. പക്ഷെ കഴിഞ്ഞ നാളിൽ ഞാൻ ഈ ഇതിനകത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, വയറ്റിലൊക്കെ പോകുമ്പോൾ ഇത് ഇപ്പോൾ 1 അല്ല 3 ഉണ്ടായി, വേറെ 2 പേരുടെ. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇതൊന്ന് തുരുമ്പ് പിടിക്കണേ, എന്നാ തുരുമ്പ് പിടിക്കണേന്ന്. ഹല്ലേലൂയ. ചില ദിവസം കഴിഞ്ഞപ്പോൾ 3 അവിടെ ഇല്ല. എന്താ വെച്ചാൽ ഞാൻ അടുത്തുള്ളൊരു കടയിൽ കയറി നോക്കിയപ്പോൾ തൊട്ട് അവിടെ ഇരിക്കുന്നതിൽ 1 ഞാൻ വിചാരിച്ചു KSEBക്കാർ ലൈബെല്ലാം വലിക്കാൻ വേണ്ടി മറ്റേതായിരിക്കുമെന്ന്. പക്ഷേ അവർ അവിടെ കടയിൽ അച്ഛാ പറഞ്ഞു, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു നിയമം വന്നിരിക്കും, അവിടെ ഇവിടെയും കൊണ്ടൊന്ന് ചുമ്മാ കുടിമരം അതും ഇതൊന്നും ഞാൻ തുരുമ്പ് പിടിക്കണമെന്നാണ് പറഞ്ഞേ. പക്ഷെ അതിനെ ദൈവം വേരോടിളക്കി. വിശ്വസിക്കും. 1 അല്ല 3 ഇളക്കി കളഞ്ഞു. ഓ, എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ചില കാട്ടത്തികളുടെ വേരുകളെ, ഓ എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്ക് അറിയത്തില്ല. എൻ്റെ നാട്ടുകാർ പറഞ്ഞ് ശരിയാകത്തില്ലെന്ന്, എൻ്റെ വീട്ടുകാർ പറഞ്ഞ് ശരിയാകത്തില്ലെന്ന്, പക്ഷെ കർത്താവ് പറഞ്ഞ് ശരിയാകുമെന്ന്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ അന്നും ഇന്നും എല്ലാ വിഭാഗത്തിലുള്ളവരുണ്ട്. ജാതിയില്ല, മതമില്ല, വർഗമില്ല. ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻ ഉണ്ടെന്ന് ചോദിച്ച് എല്ലാവരുടെ കൂടെയും, കാരണം അവരെയൊക്കെ നമുക്ക് വേണം. എല്ലാവരെയും നമുക്ക് വേണം, കർത്താവിന് വേണം. ഞാൻ കർത്താവിനെ കണ്ട നാളിൽ സമയങ്ങളിൽ എൻ്റെ കയ്യിൽ മുൻപിൽ വലിയ ബൈക്കും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിനെ കണ്ടപ്പം എൻ്റെ കയ്യിൽ ഒരു പഴയ TVS വിക്ടറായി. എനിക്കൊന്ന് ടാങ്കിന് വരെ ലീക്കുള്ളതാണ്. ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, ഇത് എവിടെ വരെ പാന? എന്നാ എവിടെ വരെ പാന? എനിക്ക് അറിയത്തില്ലായിരുന്നു എവിടെ വരെ പോകുമെന്ന്. പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മറ്റ് 1000 പേരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും
യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് പറഞ്ഞേ, ആരും എൻ്റെ കൂടെയില്ലെങ്കിലും, ആരും എന്നെ സഹായിപ്പാനില്ലെങ്കിലും യേശുവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞേ, ആർക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല, ആർക്കും എന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും എന്നെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ പറഞ്ഞേ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ ഓരോ മേഖലയിലേക്ക് പഠിപ്പിച്ചു. ആ സമയങ്ങളിൽ കർത്താവ് എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. 1 വർഷത്തേക്ക് പോയി എന്നെ 3 വർഷത്തേക്ക് പഠിപ്പിച്ചു. കുമ്പനാട് ബൈബിൾ കോളേജ് IPCയുടെ. അതുമാത്രമല്ല, കാലങ്ങൾ മുമ്പോട്ട് ഇപ്പോൾ എന്നോട് എവിടെ വരെയാകുമെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ, അവർ യേശുവിനെ കാണാഞ്ഞുകൊണ്ടുള്ള കുഴപ്പമോ അല്ലാതെ മറ്റൊന്നുമല്ല, അവർ ലക്ഷങ്ങൾ കടത്തില്ല, പലരും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കർത്താവ് അവൻ വിശ്വസ്തനാ, അവൻ എന്നെ ഉറപ്പിക്കും പറഞ്ഞേ. പക്ഷേ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നത് എനിക്കത്. ഈ വചനം നിങ്ങളുടെ അകത്തേക്ക് തീ പോലെ ഇറങ്ങട്ടെ. ആമേൻ, 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 ആമേൻ. വിശ്വസിക്കുന്ന സ്വത്രം പറഞ്ഞു. ഒരു കാലങ്ങളിൽ എൻ്റെ ഈ കയ്യിൽ മാരകായുധങ്ങളൊക്കെ കൊണ്ട് നടന്ന ഒരു കാലം. ആരെയും കുത്തുകയും വെട്ടുകയും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ശക്തരായ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ ഇവിടെ എങ്ങനെ പറയുന്നില്ല, ഈ വടിവാളെന്നൊക്കെ പറയുന്നൊരു സാധനം എപ്പോഴും ഒരു സ്വയരക്ഷ പോലെ എൻ്റെ ബാഗിൽ ഇങ്ങനെ കാണുമായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും നൃത്തം ചെയ്ത് മദ്യപിച്ച് നടന്ന ഒരാളെ കർത്താവ് നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ഈ ദേശത്തോട് ദൈവം പറയുക, അങ്ങനെയുള്ള ചിലതിനെ ഈ സഭയിലേക്ക് ദൈവം കണക്റ്റഡാക്കാൻ പോവുക. ഈ മദ്യത്തിൻ്റെ എഫക്റ്റ് കൂടി കഴിഞ്ഞപ്പം ഇത് കിട്ടാതൊക്കെ വരുമ്പോൾ പിന്നെ അടുത്ത് പറഞ്ഞാൽ ഈ വാറ്റുചാരായെന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾക്ക് മോശമുണ്ടോ ഞാനിങ്ങനെ പറയുന്നേ? എനിക്ക് മോശമില്ല. കാരണം നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നുമാണ് ദൈവം എന്നെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ചെയ്ത് കഴിക്കുക മാത്രമല്ല, കൊണ്ടു കൊടുക്കുന്ന പരിപാടിയുണ്ടായി. എന്തുവാ? കൊണ്ടു കൊടുക്കുന്ന പരിപാടിയായി. അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചിലപ്പോൾ ഒരു കയ്യിൽ ഇത് കാണും, ഒരു കയ്യിൽ ഇത് കാണും. ഒരു കാലത്ത് പിശാചിൻ്റെ ആയുധമായി എൻ്റെ കൈ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, തകർന്ന കുഴഞ്ഞ ചിലരുടെ കൈകള് അനേകരുടെ മിറക്കലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, ചിലതിനെ ഭൂതശക്തിക്കകത്തുനിന്ന് പുറത്ത്